എവിടെ ക്യാമറ? നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറയാം. നമസ്കാരം. അല്ല, ആക്ച്വലി എന്തിനാ നമ്മളിന്ന് വന്നേ? പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ല. ഞാൻ മര്യാദയ്ക്ക് ഇരുന്നപ്പോ എന്നോട് വാടാ ഒരു വീഡിയോ എടുക്കാന്ന് അല്ല, മനുവിന്റെ വീഡിയോ വരുമ്പോ ഒരു വീഡിയോ എടുക്കാതെ പോയ മോശമല്ലേ? ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തു. രേഷ്മ പി തങ്കച്ചൻ അല്ല, ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മളൊരു സ്റ്റോറി കണ്ടില്ലേ? വെല്ലുവിളികൾക്ക് ഒരു കുറവുമില്ല അല്ലേ? ഇപ്പൊ വെല്ലുവിളി ആർക്ക് നേരെയാണ്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിവിക്ക് നേരെ. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി മനസ്സിലാവുന്നില്ല. ആദ്യം സംഭവം ഞാൻ പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ രേണു ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടില്ല. ലൈവ് കണ്ടില്ല. ലൈവിന്റെ സംഭവങ്ങൾ ഇല്ല, ഞാൻ ശരിക്കും കണ്ടില്ല. ശരി, എന്നാ രേണു ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ഈ ലൈവിനകത്ത് ചില അശ്ലീല ചേഷ്ടകൾ, അവരങ്ങനെ അശ്ലീലമായി കുറെ ചേഷ്ടകളും അശ്ലീലമായ ഒരു വസ്ത്രധാരണമല്ല, കറച്ച് ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായി. ഈ സാധനം വീഡിയോ ചെയ്ത് പുറത്തിട്ടു. പുറത്തിട്ടപ്പോ വിവി എന്നോട് ചോദിച്ചു, അത് എനിക്കൂടെ തരുമെന്ന് ചോദിച്ചു. ഞാൻ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അയച്ചു കൊടുത്തു. പാവപ്പെട്ട ചെറുപ്പക്കാരൻ അത് വീഡിയോ ചെയ്തു. രേണു ആ വീഡിയോ കണ്ടു. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ രേഷ്മ പി തങ്കച്ചൻ കാണാറില്ലെന്ന് പറയുന്നത് വീഡിയോ ചിലതൊക്കെ കാണാം, ചില വീഡിയോസ് ഒക്കെ കാണാം. ചീത്ത വിളിക്കുന്ന വീഡിയോ ഒക്കെ കാണാം. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആദ്യം എന്റെ വീഡിയോ ലീക്ക് എന്ന് പറഞ്ഞിട്ടു. രണ്ടാമത് വന്നിട്ട് വിവിനെ വെല്ലുവിളിച്ചു, നീയൊക്കെ നാറിയാണോ ചെറ്റയാണോ, നാണം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാൻ ഇനിയും ചെയ്യുമെന്ന്. ഏതാ അമ്മാതിരി സാധനം ഇനിയും ചെയ്യും. ചുണ്ടിലും മുന്തോ മുറിഞ്ഞത് കാണിച്ചതാണ്, നാക്ക് വെച്ചിട്ടുള്ള പ്രകടനം, മാന്യമായ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് സംഭവം. ഇനി ബാക്കി പറ. അല്ല, ഈ വീഡിയോ ഇപ്പൊ ഒരുപാട് പേര് അടുത്ത് റിയാക്ട് ചെയ്യുന്ന കണ്ടു. എന്താല്ലേ അത് ചെയ്യില്ല കേട്ടോ. ഇച്ചിച്ചി പിള്ളേര് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാനുള്ളതാണ്. ഇത് അവരുടെ ഒരു ചോദ്യമുണ്ട്, ഞാൻ മാത്രമാണോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? അല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പലരുടെയും വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് കാണുന്നു? രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. വേറെ ഇന്ന് ഒരാളുടെ കമന്റ്, എനിക്കൊന്ന് വിവിയുടെ ചാനലിൽ ഒരു കമന്റ് കണ്ടു, ഇത് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ മകളെ റിയാക്ട് ചെയ്യാത്തത്? കേക്ക് റിയാക്ട് ചെയ്യാത്തത്. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഹൻസികയുടെ വീഡിയോ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ ഒരു കണ്ടന്റ് 2 മാസം ആയിട്ടില്ല ഞാൻ റിയാക്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ രേഷ്മ പി തങ്കച്ചന്റെ കോണ്ടന്റ് വരുമ്പോൾ മാത്രമാണ് ഓടിച്ചാടി വന്ന് കാണാൻ വരുന്നത്. ബാക്കി ഒന്നിട്ടാലും നിങ്ങൾ വരത്തില്ല. എല്ലാവരും അല്ല കേട്ടോ. ഇത് ഈ ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നത്, നിനക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ ഞാൻ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നു. ഞാനിപ്പോ യാത്ര ചെയ്തതിന്റെ ക്ഷീണം, മുഖമൊക്കെ കഴുകി കുട്ടപ്പനാട വന്നിരിക്കുന്നത്, എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. നമുക്ക് ഇനി ഒന്നിച്ച് വീഡിയോ എടുക്കാം. ഇതാകുമ്പോൾ ഞാൻ കുറച്ച് സുന്ദരനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഹൻസികയുടെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷാന, അഭിലാഷ് ആട്ടായം, റിയ. അല്ല, ഞാൻ പറഞ്ഞതാ, എല്ലാം കണക്ക് തന്നെ, എല്ലാം ഒരു യൂണിവേഴ്സ് തന്നെയാണ്. ഇവരുടെ എല്ലാ വീഡിയോ ഞങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഇതാട്ടോ, കാര്യം ഇത് വ്യക്തമായിട്ട് പറയണമെന്ന് തോന്നി. ഇവരെല്ലാവരുടെ വീഡിയോ ഞങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചോദിക്കുന്ന ആൾക്കാർ, ഇവിടെ മാത്രമേ നിങ്ങൾക്ക് കോണ്ടന്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരുടെ ഒറ്റ മറുപടി മാത്രം, നിങ്ങൾ ഇവരുടെ വീഡിയോ കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇവരുടെ വീഡിയോ ഇടുമ്പോൾ മാത്രം നിങ്ങൾ വന്ന് കാണുന്നുള്ളൂ. ഈ ചോദിക്കുന്നവർ എന്നൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കാണും, കണ്ടിട്ട് നിങ്ങൾ പറയും. നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ പറയും ഇത് കൊള്ളത്തില്ല, മറ്റേതൊക്കെ നല്ലത്. ഓക്കെ, ഫൈൻ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ആ ചെയ്യുന്ന വീഡിയോക്കത്തെ പോരായ്മ പറയാം. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഈ വിഷയം കേട്ട് മടുത്തു. ഓക്കെ, ഐ അക്സെപ്റ്റ്. അത് ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ വേറെ ചെയ്യാറുണ്ട്. അവിടെയൊന്നും ഈ ചോദിക്കുന്ന ഒരു ഒറ്റ അന്തരം കാണാറില്ല, ഒരാളെയും കാണാറില്ല. പകരം എന്ത് ചെയ്യും? ഒരുത്തരുണ്ട്, ഒരു കാർത്തിക്. ഇവൻ എന്താ പരിപാടി കാണിച്ചതറിയോ? രേഷ്മ പി തങ്കച്ചൻ ഒരു വീഡിയോ ഞാൻ ചെയ്തു, അതിൻ്റെ വീഡിയോയുടെ താഴെ ഒന്നും എൻ്റെ കമൻറ്റ് കണ്ടില്ല. അടുത്ത ദിവസം ഞാൻ വേറൊരു കോണ്ടന്റ് ഇട്ടപ്പോഴേക്കും ഇവിടുത്തെ കമൻറ്റ് അവിടെ കൊണ്ടിടുന്നു. എന്താ കാര്യം എന്നറിയോ? ഞാൻ ചെയ്തൊരു പരിപാടിയുണ്ട്, എനിക്ക് ഇമ്മാതിരി ടീമുകളുടെ കമൻറ്റ് വരുമ്പോൾ ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോയുടെ താഴെ കൊണ്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് രേണു പറഞ്ഞ പോലെ എന്നെ ആരും അങ്ങനെ വിളിച്ചു, ഞാൻ അത് പിൻ ചെയ്ത് വെച്ചത് എന്താ അതിന്റെ അർത്ഥം അതറിയില്ല. എനിക്ക് അർത്ഥം അറിയാം, ഞാൻ എന്തിനാ പിൻ ചെയ്യണമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഞാൻ പിൻ ചെയ്യാനുള്ള കാരണം, അവിടെ വരുന്ന രേഷ്മ പി തങ്കച്ചനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അവനുള്ള കൊടുക്കണത് കൊടുത്തോളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് അവന് മനസ്സിലായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തില്ല. പകരം അടുത്ത ദിവസം ഞാൻ വേറൊരു കോണ്ടന്റ്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോണ്ടന്റ് ചെയ്തപ്പോൾ അവിടെ വന്നിട്ട് എന്നെ തള്ളെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ ഒരു ഡെഡിക്കേഷൻ കണ്ടോ? എൻ്റെ മുന്നേ വന്ന് വിളിച്ചെങ്കിൽ ഞാൻ അവൻ്റെ തീർത്താണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവന് തലയില്ല വാലില്ല, ഒരു കാർത്തി ക്യൂ അങ്ങനെ പേര്, കാർത്തി ക്യൂ ഇതാണ് പേര്. പിന്നെ എന്താ നമ്പർ? ഒറ്റ മിനിറ്റ്, അവന്റെ അമ്മേനെ ബഹുമാനമില്ലാത്ത വിളിക്കുന്നതാണ്. അല്ല, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നിന്റെ തള്ള രേണുവിനെ പോലെ ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണ് നിനക്കൊക്കെ ആ സാധനം പൊളിയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ മനസ്സ് നീ ശരിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ നാളെ ഞാൻ ഈ ബിന്ദു ആരാണെന്ന് കണ്ടുപിടിച്ചു. രേഷ്മ പി തങ്കച്ചന്റെ
ബന്ധുവാണ്. ബിന്ദു ചുമ്മാതല്ല ബിന്ദു. ഞാനിത് കണ്ടുപിടിച്ചത് അതായത് ഇവരുടെ പ്രൊഫൈലിനകത്ത് ഈ സാധനം കിടപ്പുണ്ട്, ഈ ബിന്ദു എന്നുള്ള പേര്. സപ്പോർട്ടാ. അതെ അതെ, അതുകൊണ്ടല്ലേ ഇവർ ഇത്രയും അഴിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ? തങ്കച്ച സപ്പോർട്ടാണ്, എല്ലാം സപ്പോർട്ടാ. പറയാറുണ്ട് എൻ്റെ കസിൻസ്. ഇന്നലെ ഏതൊരു ബൈറ്റ് കൊടുത്തപ്പം ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഫാമിലി? എൻ്റെ കസിൻസ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ കസിൻസ് ആരാണ്? മറ്റേ മീഡിയക്കാരന്മാരായിരിക്കും. അനൂപ്, ബിന്ദു. ഈ വിപിൻ ലാൽ ഒരു പുതിയ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. മീഡിയക്കാരന്മാർ നിരന്ന് നിന്നിട്ട് ഇവർ നടുക്കിരുന്ന് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. അവരുടെ വ്യക്തമായിട്ട് ഫേസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന പോലെ രേണു ഇരുന്ന് പറയും, എന്നോട് നീ ചോദിക്കണം വീടിന് എന്ത് പറ്റി, നീ എന്നോട് ചോദിക്കണം ചേച്ചി ആ വിവാദം എന്താ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് ചോദിക്കുമ്പോഴത്തേനും രേണു പ്രിപ്പയർ ചെയ്ത് വെച്ച മറുപടി പ്രിപ്പയർ ചെയ്തിട്ടും മണ്ടത്തരോ പറയുന്നതെന്നുള്ളതാണ് അതിനകത്ത്. ഇതിനെ വെളുപ്പിക്കാൻ ഒരു വാലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, സഹിക്കാൻ പറ്റില്ല സത്യം. അവരെന്ത് കണ്ടിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇനി വേറൊരു കോമഡി, ഇവരാണ് ഈ സ്ത്രീയെ ഇത്രമാത്രം നെഗറ്റിവിറ്റിയിലേക്ക് തുടക്കത്തിൽ തള്ളിവിട്ടത്. ജനങ്ങൾ, ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തുടക്കത്തിൽ ചോദിച്ചത് ഈ സ്ത്രീയായിരുന്നു, വേറെ ആരുമല്ല. ശാരികയുടെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ബിഗ് ബോസ് എന്ന് സ്വന്തമായിട്ട് വിളിക്കുന്ന അവർ മാത്രം വിളിക്കത്തുള്ളൂ, വേറെ ആരും വിളിക്കില്ല, അവർ മാത്രം വിളിക്കുള്ളൂ. അപ്പൊ ഈ ശാരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും അന്ന് എത്ര വർഷം മുമ്പ്, ഏകദേശം 1.5 വർഷമായി. ഈ 1.5 വർഷം മുൻപ് ഈ ശാരികയാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അത് ചൂടുള്ള സീറ്റാ, അവിടെ ചൂടുള്ള ചോദ്യം. അവര് ചോദിച്ചാൽ ഹഹ, നമ്മൾ ചോദിച്ചാൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ വേലയും കൂലി ഇല്ലാത്തവന്മാരാ, മനസ്സിലായോ? പച്ചയിറച്ചി അവര് പിന്നെ അവരിറച്ചി ഇങ്ങനെ പിച്ചി വായിലിട്ട് വെച്ചേ. ആദ്യം ഒരുത്തനെ പറയുമ്പോഴത്തേനും താൻ ചെയ്യുന്ന ജോലി എന്താന്നുള്ള ബോധം വേണം. താൻ ഇന്നലെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാന്നുള്ള ബോധ്യം വേണം. എന്നിട്ട് ഇവരുടെ സമ്മതത്തോടെ ഞാനതൊക്കെ ചെയ്തതെന്ന്. അപ്പൊ ഈ ഇന്റർവ്യൂ ഇറങ്ങിപ്പോയത് മോന്തയ്ക്ക് വെള്ളം കോരി ഒഴിച്ചതല്ല, ഇവര് സ്ക്രിപ്റ്റ് ചെയ്ത പരിപാടിയാ. ഈ അഭിനയ രേണു ആൽബത്തിൽ കാണിച്ചത് എന്തോ ലയുടെ പേരെന്തോ ഹരികൃഷ്ണനോ ഹരികുമാറോ ഹിറ്റ് ആയനെ. ആൽബത്തിൽ അഭിനയിക്കുന്ന രേണു സുധി അല്ലേ? അല്ല, നീ വിഷ്ണു പറയല്ലേ? ഈ ശാരീരികമായിട്ടുള്ള അഭിനയം അവിടെ കാണിച്ചാൽ മതി. ഈ ശാരികയ്ക്ക് ഈ ഹോട്ട് സീറ്റ് എന്നുള്ള സാധനം മാനേജ് ചെയ്യാൻ അറിയത്തില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഡോക്ടർ ഗായത്രി മേനോൻ വന്നപ്പോ ഇരുന്ന് മെഴുകിയത്. മറ്റേ പുള്ളിയുടെ കൂടെയോ മറ്റേ കനി കുസൃതിയുടെ അച്ഛൻ എന്താണ് പേര്? അയ്യോ, മൈത്രേയൻ പുള്ളിക്കാരൻ വന്നപ്പോഴേക്ക് ഇരുന്ന് പുഴുങ്ങായിരുന്നു. സ്റ്റീം ബാത്ത് ചെയ്താൽ പോലും ഇങ്ങനെ പുഴുങ്ങും. അതെ, പക്ഷേ നല്ലതെന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു മുൻഷി രഞ്ജിത്തുമായിട്ടുള്ള. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളും കാര്യം. അത് ഹോട്ട് സീറ്റ് അല്ല, അത് ഇവരുടെ റിയാലിറ്റി ബൈ ശാരികയ്ക്കകത്ത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ശരിക്കും ചെയ്യുന്ന ഇന്റർവ്യൂ അല്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുകയും നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ, അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. ഇത് ഇവർ എന്തൊക്കെയോ പറയും, ഓപ്പോസിറ്റ് ഇരിക്കുന്നവരിന്ന് തലയാട്ടി കൊടുക്കണം. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലപാടുണ്ടോ, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്ടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 2-3 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂ ആണ്, വളരെ കുറച്ച്, അത് ഒരു 3 ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ ഇന്റർവ്യൂകൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചോദ്യമേ ഞാൻ ചോദിക്കാറുള്ളൂ, ബാക്കി അവര് പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ ചോദ്യം ഉണ്ടാക്കുക ചെയ്യുന്നത്. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ മനുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, മനുവിനോട് ചോദിക്കുന്ന ചോദ്യം മനു ഉത്തരം പറയുമ്പോൾ ആ ഉത്തരങ്ങളിൽ നിന്ന് ഞാൻ അടുത്ത ചോദ്യം ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചിലപ്പോൾ 1 മണിക്കൂർ ഇന്റർവ്യൂ പോകാറുണ്ട്. 2 പാർട്ടായിട്ട് ഇന്റർവ്യൂ തന്നെ, പോഡ്കാസ്റ്റ് അല്ല. ഇപ്പോഴല്ല, ഒരു 2-3 വർഷം മുൻപ് ചെയ്തതാണ്. അപ്പോൾ അന്ന് പോഡ്കാസ്റ്റ് ആയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ ഇവരാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്ന കണ്ടിട്ടില്ല. സത്യം. എന്നിട്ട് ഇന്ന് രാവിലെ മുൻഷി രഞ്ജിത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് ഫുള്ള് ബിഗ് ബോസിനകത്ത് ആറടിക്കുകയാണ്. മുൻഷിയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പോലെ ഒരാൾ എന്തിനാണ് ബിഗ് ബോസ് പോലത്തെ ഷോക്ക് പോയത്? ബിഗ് ബോസ് പോലത്തെ ഷോ. അപ്പൊ ഇവരെന്തിനാ പോയത്? ഇവര് പോയത് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കയറ്റിവിടെ. എന്നിട്ട് പറയാത്ത ഡയലോഗ്, മുൻഷി അവിടെ കുറച്ച് നാളോടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ഒപ്പം എന്നെപ്പോലെ ഒരാൾ അവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, എനിക്ക് അതായത് എന്നെപ്പോലെ വിവരമുള്ള ഒരാൾ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ മുൻഷിക്ക് ഇവരെക്കാൾ വിവരമുണ്ട്. മുൻഷി അതിനകത്ത് കാണിച്ചു വെച്ച് മാത്രമേ നമുക്ക് എനിക്ക് മുൻഷി പേഴ്സണലി അറിയാം. മുൻഷി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ആൾക്ക് ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെ ആ മനുഷ്യന് അതിനുള്ള സമയം കൊടുത്തില്ല. ഇത് ഒറ്റ ആഴ്ച നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആഴ്ച ഇന്നാളെ ഇറങ്ങിയപ്പോ ലാലേട്ടൻ എഴുതി കൊടുത്തൊരു കത്തുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് ഇറങ്ങിയ ആള് 2ാമത്തെ തവണ ചെന്നപ്പോഴത്തേനും സാരിയെ കൊടുത്തു, കോമാളി. അതെന്തോണെന്ന് അറിയോ? അങ്ങനെയെങ്കിലും പേരെടുക്കട്ടെ. എടുത്തല്ലോ. മുൻഷി രഞ്ജിത്ത് എന്നുള്ള പേര്, അങ്ങനെ ഒരു പേരുകാരനുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ആരാന്നാർക്കും അറിയില്ലായിരുന്നു. ഇദ്ദേഹം അവിടെ കയറി ഒരാഴ്ച വരെ ഇറങ്ങിപ്പോയി, അവിടെയും തീർന്നു. ആ സമയത്ത് ആർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ റീ എൻട്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനൊരാൾക്ക് ഇങ്ങനെയൊക്കെ കുറേ
കലാപരമായിട്ട് സംഭവങ്ങളുണ്ട്. ഇദ്ദേഹം അതിനകത്ത് എന്തോ സ്കിറ്റ് എന്തോ അവതരിപ്പിച്ചു, ഏകാംഗ നാടകം എന്തോ അവതരിപ്പിച്ചു, അത് പുറത്ത് വന്നിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസ് ഷോ അങ്ങനെയാണല്ലോ. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. അല്ല, ഞാൻ ഈ ശാരീരിക കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. തിരിച്ചു ഇല്ല, ഇതൊരു പോഡ്കാസ്റ്റായി മാറും. അപ്പൊ രേഷ്മ പി തങ്കച്ചനെ കുറിച്ച് പറയുവാണെങ്കിൽ പറയണ്ടേ? ഇനി പൊളിച്ചെടുക്കാൻ ഒന്നും ഇല്ല, രേഷ്മയെ കുറിച്ച് എന്ത് ഇതാണ് സത്യം. പക്ഷെ തൊലിക്കട്ടി ഈ ചെരുപ്പ് തുന്നുന്ന ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ട്രക്കിങ്ങിന് പോകാനില്ലേ, ഈ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ഒരിക്കലും നശിക്കാത്ത തൊലി വേണമെങ്കിൽ എടുക്കും. എന്നിട്ട് വന്നിട്ട് മെഴുകുന്നതാണ്. ഞാൻ എന്താണ് ചാറ്റ് പിടിച്ചു, അത് എനിക്ക് ഓർമ്മയില്ല. ഇത് പൊക്കി, ഇത് സ്ക്രീൻ റെക്കോർഡ്. ഞാൻ ലൈവ് പോയതാണ്. ലൈവ് അല്ലെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു സമ്മതിക്കണം. എനിക്ക് മനസ്സിലാവാത്ത, എനിക്ക് ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്നറിയോ, സപ്പോർട്ട് ചെയ്യാൻ രണ്ടെണ്ണം പൊക്കി പിടിച്ചോണ്ടോ, എന്ത് കാണുന്നില്ല, ഞാൻ ടോർച്ച് അടിച്ചു വരെ നോക്കി കാണുന്നില്ല ഒന്നില്. അല്ല, അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇനി അറിയാഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് എക്സ്ട്രീം ലെവൽ ആയില്ലേ, അന്ന് പിന്നെയും നന്നാവും. ഒരു ഏതൊരു മനുഷ്യനും ഒരു അവസരം കൊടുക്കുമല്ലോ, അവസരം കൊടുത്താൽ അവർ മതിയായിട്ടുണ്ടാവും, അറിയില്ല. പിന്നെ അവർക്കും കേസുകളുടെ പുറകെ പോകാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ആകെ ഒരാളെ കുറിച്ചാണ്, ആ കുഞ്ഞിനെ കുറിച്ച്. ആ കുഞ്ഞിന്റെ ഭാവി നമ്മൾ ഓവർ കൺസേൺ ആവേണ്ട കാര്യമല്ല. പക്ഷേ നാളെ വളർന്നു വരുന്നൊരു പയ്യനാണ്. അവൻ എന്തായി മാറും? ഇവർക്ക് അവന്റെ മുന്നിൽ പോയിട്ട് നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. ഇപ്പം അവൻ നാളെ ഒരു തെറ്റായ വഴി കൂടെ പോയാൽ നീ അത് പോകരുത്, ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കൺസേൺ ആവുന്നു? നാളത്തെ ഒരു തലമുറയാണ്, നാളെ വളർന്നു വരുന്ന ഒരു പയ്യനാണ്. അവൻ നാളെ ക്രിമിനൽ ആവണോ അതോ നല്ലവനാവണോ തീരുമാനിക്കുന്ന അവന്റെ പാരന്റ്സ് ആണ്. അവനെ ഇവർ നോക്കുന്നുണ്ടോ? ഇപ്പൊ ചിലപ്പോൾ കുറച്ച് ദിവസം നോക്കുന്നുണ്ടാവും, കാരണം പണിയില്ല, വീട്ടിൽ നോക്കുന്നുണ്ടാവും. അത് എങ്ങനെ നോക്കുന്നുണ്ടോ? അല്ല, പണിയില്ലെന്ന് പറയാൻ പറ്റില്ല. അവർ സബ്സ്ക്രിപ്ഷനിൽ പണി എടുക്കുന്നുണ്ട്, ഇല്ലേ? ഒരു ദിവസം 1 മണിക്കൂർ എടുക്കുന്നില്ലേ? കാശുണ്ടാക്കുന്നില്ലേ? അതുപോലെ തന്നെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്നത്, അതും പണിയല്ലേ? ഒരു വീഡിയോ ചെയ്യാൻ എങ്ങനെ നമുക്ക് എത്ര സമയം വേണം? അപ്പൊ ഇതൊക്കെ പണിയാണ്, അവർ എടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ എടുക്കുന്ന പണി നാളെ ഇവർക്ക് തന്നെ ദോഷമായിട്ട് മാറുന്ന ലെവലിലുള്ള പണികളാണ് എടുക്കുന്നത് മാത്രം. ഞാൻ പറയാം രേണു, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ചില ഉയർച്ചകളും ചില താഴ്ചകളും ഉണ്ട്. ഇപ്പൊ രേണുവിന്റെ ഉയർച്ചയുടെ സമയമാണ്, അപ്പൊ ഈ നെഗറ്റീവ് ഒന്നും ഏക്കത്തില്ല. താഴ്ചയുടെ ഏകദേശമായി ഇതെല്ലാം തിരിച്ചടിക്കും. അപ്പൊ ഒന്നിന് പുറകെ ഒന്നായിട്ട് വാലയിലടിക്കും. അപ്പോഴാണ് പ്രശ്നം പറ്റുക. തുറന്നു പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, അറപ്പ് തോന്നുകയാണ് ഇവരുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ. ഐ മീൻ, ഈ പുറമേ കാണിക്കുന്നതാണെങ്കിൽ പോലും, ഇപ്പം ഈ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണെങ്കിൽ പോലും അറപ്പ് തോന്നുകയാണ്. ഒരു മനുഷ്യൻ, എനിക്കതൊക്കെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ വെല്ലുവിളിക്കുക കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ശരീരഭാഗങ്ങൾ കാണിച്ചൊരു വീഡിയോ ഇട്ടു, എന്നിട്ട് അത് മറ്റൊരുത്തം പുറത്ത് വിട്ടു. അതിന് വെല്ലുവിളിക്കുക, ഞാൻ ഇനിയും കാണിക്കണം. അത് എന്തൊരു വെല്ലുവിളിയാത്? തെരുവിൽ നിൽക്കുന്നവർ പോലും പറയില്ല, തിരിച്ചു പറയാ, ഞാൻ നിന്നെ പൂട്ടിക്കോടാ, ഞാൻ ശരിക്കും മാന്യമായിട്ട് ചെയ്ത ആ മാന്യല്ല, നീ തെളിയിക്കടാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാന്യത. ഞാൻ ഇനിയും ചെയ്യും, നീ എന്താന്ന് വെച്ചാൽ. ഞാൻ മനസ്സിലാക്കുന്നത് തെരുവിൽ നിൽക്കുന്ന സ്ത്രീകൾ പോലും പറയാത്ത വാക്കുകളാണ് ഇവരുടെ നാവിന്ന് വരുന്നത്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല, ലൈഫിൽ കണ്ടിട്ടില്ല, ഇത്രയും വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സുധി എന്ന് പറയുന്ന, ഞാൻ ഇന്നലെ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധി എന്ന് പറയുന്ന മനുഷ്യൻ, അങ്ങനെ ആത്മാവ് ഇപ്പം ആത്മാവ് ഉണ്ടെങ്കിൽ, അല്ല, ആത്മാവ് എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ടെങ്കിൽ അത്രമാത്രം ആ മനുഷ്യൻ വേദനിക്കുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അത്രമാത്രം അയാളെ അവഹേളിച്ച് പണ്ടാറടക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? വേറെ ഒന്നും പറയാനില്ല. രേണുവിനെ കുറിച്ച് 2 വാക്കിലൊന്നും തീരത്തില്ല, അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള 2 വാക്ക് എന്തായാലും ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ 2 വാക്ക് എന്നുള്ളത്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ സംസാരിക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. നമുക്ക് ഒപ്പോസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിന്റെയൊക്കെ മനസാക്ഷിയെ തൊട്ട് വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ താഴെ വന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം, ദയവേത് വിധവയാണ്, മറ്റേ 2 കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ്. അല്ല, പറയുന്നത് അങ്ങനെയാണല്ലോ, മക്കളെ വളർത്താൻ വേണ്ടിയാണ്, അവൾക്ക് അസുഖമാണ് എന്നും പറഞ്ഞ ആരും വന്നേക്കരുത്. കരിഷ്മ പറഞ്ഞ അങ്ങനെയാണ്, എനിക്കറിയില്ല. കരിഷ്മ പറഞ്ഞ അങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും പറഞ്ഞ ആരും അപ്പൊ അത് പറഞ്ഞ ആരും വന്നേക്കരുത്. കാരണം വിധവകളായിട്ടുള്ള ആൾക്കാർ വേറെ ഇവിടെ ജീവനോടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ കമന്റ് ബോക്സുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ വിധവയാണ്, ഇന്ന പോലെ മക്കളെ വളർത്തി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കൊരു കമന്റ് വന്നു, ഒരു പെണ്ണായി ജനിച്ചതിൽ ഇവളെ പോലെ ആയില്ലല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെസ്പെക്ട് തോന്നിയവരോടൊക്കെ. അതെ, ഭർത്താവിന് സുഖമില്ല, 2 മക്കളെ പഠിപ്പിക്കണം, ഭർത്താവിൻ്റെ ട്രീറ്റ്മെന്റ്, വീട് വാടക കൊടുക്കണം, തയ്യൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ആൻറ്റി, പ്രായം അറിയില്ല, അവർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിധവകൾ ആ ഒരു കാർഡും കൊണ്ടാരും വരണ്ട. 2 മക്കളെ വളർത്താൻ വേണ്ടി, ഈ പറയുന്ന ആൾക്കാരെല്ലാം മക്കളല്ലേ, മകൻ ആയിക്കോട്ടെ, ഏത് മകൻ, ആര് വളർത്തുന്നതിന്, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പേരും പറഞ്ഞാണല്ലോ വരുന്നത്. ആ പേരിൽ, അതായത് അങ്ങനെ വളർത്തുന്ന ആൾക്കാരും ഉണ്ട്. ആ കൊച്ചിന്റെ ദേഹത്ത് ഒരു മുറിവുണ്ടായത് പോലും ഈ പെൺപിള്ള അറിഞ്ഞിട്ടില്ല എന്തോ പറ്റിയതാണ്.
ആര് നോക്കുന്നു? ആ കൊച്ചു തനിയെ വളരുന്നു, കൂടെ ഒരു ഫോൺ. ഇത് വേറൊന്നുമല്ല, ഈ ഞാൻ പറഞ്ഞില്ലേ, കൈക്കറുത്തുള്ള അച്ഛൻ, കൈക്കറുത്തുള്ള ആങ്ങള, ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, അച്ഛൻ സപ്പോർട്ടാ, അച്ഛന് കുഴപ്പമില്ല. അതേപോലത്തെ വേറൊരു കുടുംബത്തെ എനിക്കറിയാം, കുഴപ്പമില്ല, ഒന്നും എന്ത് പറയാനില്ല, കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നും പറയാനില്ല കാര്യത്തിൽ. ഇതുപോലത്തെ ഫാമിലി ഞാൻ എൻ്റെ ലൈഫിലെവിടെയും കണ്ടിട്ടില്ല. എൻ്റെ അമ്മോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാരുണ്ട്. അതെ, നമുക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ നോക്കാം. ജാസി, എന്താ നിങ്ങളുടെ അഭിപ്രായം? ജാസി, ഓക്കെ, ശരി. ശ്രീലക്ഷ്മി, എന്തോ ബോണക്കാണോ? ശ്രീലക്ഷ്മി എന്തോ, ശ്രീലക്ഷ്മിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിലാഷ് ആട്ടായത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പിന്നെ ഖദീജ, അത് തന്നെ, മറ്റേ എന്തോ ഗൗഡ, ദിയ ഗൗഡ ആരാന്നറിയാമല്ലോ? യസ്മ സീരീസിൽ അഭിനയിച്ചിട്ട് അവർ വസ്ത്രം ഊരി കാണിച്ചിട്ട് അവർക്ക് ആ എമൗണ്ട് പോരാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ടീമാണ് ദിയ ഗൗഡ, ഫുൾ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ട്. പിന്നെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ദീപ്തി കല്യാണി. ഇതിനകത്ത് ബോധവും പൊക്കണമുള്ള, പിന്നെ ഇവരുടെ ഡ്യൂപ്പ് റിയ, എന്തിനു കുലിക്കുന്നേ അവര്. ഇപ്പൊ മനസ്സിലായില്ല, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇവരെ പോലത്തെ ടീമുകളാണ്. അപ്പൊ ഇനി നമ്മളൊന്നും പറയണ്ടല്ലോ, കണ്ടിന്യൂ. കമന്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലത്തെ ടീമുകളായിരിക്കാം, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ബിന്ദുവിന്റെ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കാത്തിരിക്കും. ബിന്ദു, അതുപോലെ കാർത്തിക്, ഒരു ആന്റണി തന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. അവൻ എന്താണ് എഴുതുന്നുള്ള ബോധം അവന് പോലും ഇല്ല, നമുക്ക് മനസ്സിലാവുന്നു. എനിക്കൊരു ഹരികൃഷ്ണനുണ്ട്, അല്ല, ഈ ഹരികൃഷ്ണനെ ഓങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ തരാട്ടോ. ഈ ആന്റണി എഴുതുന്ന എനിക്കൊന്ന് ഇവരുടെ അച്ഛനായിരിക്കും മിക്കവാറും കമന്റ് ചെയ്യുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? മൊത്തത്തിൽ അത് എന്തെന്ന് മനസ്സിലാവുന്നില്ല, എന്താണ് എഴുതുന്നതെന്ന് അവനും മനസ്സിലാവുന്നുണ്ടാവില്ല, വായിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്യുക, അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി തരും. പറയാ അറിയണ്ടേ, എന്താ പറയേണ്ടതുണ്ട്, ചക്കയ്ക്ക് ചുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.